എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യത്തക്ക പക്വതയും എനിക്കില്ല. അത് വിശ്വന് ഇന്നലെ തന്നെ മനസ്സിലായി കാണുമല്ലോ. ശ്യാമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാകുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കുന്ന ഒരാൾ കഴിഞ്ഞതെല്ലാം മറന്ന് അവളും അയാളെ സ്നേഹിക്കാൻ തയ്യാറാവുക. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ ഇന്നലെ അതും ഇതുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് അതൊന്നും മനസ്സിൽ വെക്കരുത്. എന്നോട് ക്ഷമിക്കൂ വിശ്വ. ചന്ദ്രൻ, നിങ്ങളൊക്കെ ഇപ്പോഴാണ് എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. കുറേയൊക്കെ എൻ്റെ കുറ്റമാണെന്നറിയാം. എന്നാലും എൻ്റെ മനസ്സിൽ നല്ലതെന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയവളാണ് ശ്യാമ. ഞാൻ ആരാണെന്നറിയാതെ മറ്റെന്തെങ്കിലുമൊക്കെ ശ്യാമ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എനിക്കും ആളെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് ശ്യാമയെ സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്കതിനുള്ള യോഗ്യതയില്ല ചന്ദ്ര. ഞാൻ പറയുന്നതെല്ലാം ചന്ദ്രൻ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. എല്ലാം തുറന്നു പറയാനുള്ള ശക്തിയും തുറന്നു പറയണ്ടടാ, അല്ലാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. കാരണം നിന്റെ പ്രായം തന്നെയാണ് എനിക്കും. കാണാൻ കൊള്ളാവുന്ന കൊച്ചു പെമ്പിള്ളേരെ കണ്ടാൽ എന്റെയും നിന്റെയും മനസ്സ് എവിടെ പോകുമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഒരു ഭാര്യയല്ലടാ നിനക്ക് ആവശ്യം. കഥ എഴുതാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു, ആ ബോറടി മാറ്റാൻ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന എന്റെ പെങ്ങളാണോടാ. അവളെ ചതിച്ച നിന്നെ ഞാൻ ഈ നിമിഷം ഞാനത് ചെയ്യുന്നില്ല. കാരണം ആ വാർത്ത അറിഞ്ഞാൽ ഒരുപക്ഷെ അവൾ എനിക്ക് നിന്നോട് ഒരപേക്ഷയുണ്ട്. ഇന്ന് തന്നെ നീ ഇവിടം വിട്ടു പോകണം. ഇനി ഒരിക്കൽ കൂടി നിന്നെ ഇവിടെ കാണാനിടയായാൽ എന്റെ ഈ നിയന്ത്രണം തെറ്റിപ്പോയെന്ന് വരും.